ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi. Life easy. സോളാർ വിഷയമുയർത്തി പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സഭയിൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്നതിൽ ലജ്ജിക്കുന്നുവെന്ന് VS. ഇന്ന് ഇതുപോലെ നാണം കെട്ടൊരു മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള സീറ്റിൽ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു. സരിതയ്ക്കും ബിജുവിനും സർക്കാരിനോട് പകയെന്ന് മുഖ്യമന്ത്രി. സോളാർ കമ്മീഷൻ മുൻപാകെ സരിത മുദ്രവച്ച കവറിൽ പെൻഡ്രൈവ് കൈമാറി. അഴിമതിയുടെ ചെറിയ തെളിവെങ്കിലും ഉണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് രാഹുൽ ഗാന്ധി. ബാറുകൾ തുറക്കുമോ എന്ന് ഇടതുമുന്നണി വ്യക്തമാക്കണം. ഉമ്മൻചാണ്ടി സർക്കാർ തന്റെ സർക്കാരുകളേക്കാൾ മികച്ചതെന്ന് AK ആന്റണി. ജനരക്ഷായാത്രയ്ക്ക് സമാപനം. പിണറായി വിജയൻ മത്സരിച്ചാൽ താൻ മത്സരിക്കില്ലെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് VS. ഇത്തരം വാർത്തകൾ പാർട്ടി ശത്രുക്കളെ സഹായിക്കാൻ LDF ഒറ്റക്കെട്ടെന്നും VS. സിയാച്ചിൻ ഹിമപാതത്തിൽ ജീവനോടെ കണ്ടെടുത്ത ഹനുമന്തപ്പയുടെ നില അതീവ ഗുരുതരം. പ്രാർത്ഥനയോടെ രാജ്യം. പ്രധാനമന്ത്രി ആശുപത്രിയിലെത്തി. അപകടത്തിൽപ്പെട്ട 5 സൈനികരുടെ മൃതദേഹം കണ്ടെത്തി. സാഫ് ഗെയിംസിൽ മലയാളികൾക്ക് സ്വർണ്ണത്തിളക്കം. ലോങ് ജമ്പിൽ മയൂഖ ജോണിക്ക് റെക്കോർഡ് സ്വർണം. നീന്തലിൽ സജൻ പ്രകാശിനും PV മധുവിനും 2ാം സ്വർണം. ഇന്ത്യ മെഡൽ വേട്ട തുടരുന്നു. സോളാർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചു. നുണകളിൽ ജീവിക്കുന്നയാളാണ് മുഖ്യമന്ത്രിയെന്നും ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഒരു കേസിലെ പ്രതിയുടെ ആരോപണം ഏറ്റെടുക്കുമ്പോൾ പൊതുപ്രവർത്തകൻ എന്ന പരിഗണനയെങ്കിലും നൽകണമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസാണ് നിയമസഭയെ പ്രക്ഷുബ്ധമാക്കിയത്. അപ്പോൾ ഇത് മുഖ്യമന്ത്രി ഒരു അന്വേഷണത്തെ നേരിടാൻ തയ്യാറല്ല. എന്താണ് സർ, ഇപ്പോൾ കോടതിയിൽ നിന്ന് ഇപ്പോൾ സ്റ്റേ വാങ്ങി. സ്റ്റേ അല്ല സർ കിട്ടിയിട്ടുള്ളൂ. തൃശ്ശൂരിലെ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിട്ടില്ല. ഈ ഗവൺമെന്റ് നിൽക്കുന്ന സർ ഒരു സ്റ്റേയുടെ ബലത്തിലാണ്. ആ സ്റ്റേ ഇല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ഇല്ല. മറുപടി നൽകിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആരോപണങ്ങൾ ക്രൂരവും നിന്ദ്യവുമാണെന്ന് പറഞ്ഞു. ആരോപണം ഉന്നയിച്ച കോടിയേരി നാളെ ദുഃഖിക്കേണ്ടി വരും. ഇതുപോലൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് 1,40,00,000 രൂപ വാങ്ങി എന്ന് പറഞ്ഞാൽ കേരള ജനത പുച്ഛിച്ച് തള്ളുകയില്ലേ സർ? അന്ധമായ രാഷ്ട്രീയ കണ്ണിലൂടെ നോക്കി സത്യം എന്താണെന്നറിയാതെ ആരോപണം ഉന്നയിച്ചാൽ പ്രതിപക്ഷത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഒരു കേസിലെ പ്രതിയുടെ ആരോപണം ഏറ്റെടുക്കുമ്പോൾ പൊതുപ്രവർത്തകൻ എന്ന പരിഗണനയെങ്കിലും നൽകണം. ഒരു കേസിലെ പ്രതി പറയുന്നത് സർ മുഴുവനും വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ പോകുന്നവർ ഇടയ്ക്ക് വെള്ളത്തിലാകും. താനോ തന്റെ വകുപ്പോ ടീം സോളാർ കമ്പനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നായിരുന്നു ആര്യാടൻ മുഹമ്മദിന്റെ പ്രതികരണം. സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ മുഖ്യമന്ത്രിയെ കണക്കറ്റ് വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പ്രസംഗം തുടങ്ങി. 14 മണിക്കൂർ തുടർച്ചയായി സോളാർ കമ്മീഷന് മുന്നിൽ നുണ പറഞ്ഞ റെക്കോർഡിട്ട ആളാണ് മുഖ്യമന്ത്രിയെന്ന് VS പരിഹസിച്ചു. സാർ, ഇങ്ങനെ നുണകൾ മാത്രം പറയുകയും നുണകളിൽ ഉണ്ണുകയും നുണകളിൽ ഉറങ്ങുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി ലോകത്തെവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ സാർ? സരിതയെ ശരിക്കും അറിയുന്ന ആളാണ് മുഖ്യമന്ത്രി എന്ന VSന്റെ പരാമർശം ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്നുള്ള പ്രതിഷേധത്തിനിടയാക്കി. VSന്റെ പ്രസംഗം തടസ്സപ്പെട്ടതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിർത്തിവെച്ച സഭ 50 മിനിറ്റിന് ശേഷം പുനരാരംഭിച്ചെങ്കിലും സോളാറിൽ ചർച്ച വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലെത്തി. ഇതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിയുകയായിരുന്നു. നേരത്തെ ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ മന്ത്രി ആര്യാടൻ മുഹമ്മദ് മറുപടി നൽകുന്നതിനിടയിലും സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തിയിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. DGPയെയും ADGPയെയും തള്ളി മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രംഗത്ത്. സോളാർ കമ്മീഷനിൽ DGPയും ADGPയും നൽകിയ മൊഴികൾ സത്യസന്ധമല്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സോളാർ കേസിലെ രേഖകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എങ്കിൽ DGPക്കെതിരെ നടപടിയെടുക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. സരിതയുടെ വാക്ക് കേട്ടല്ല DGPയും ADGPയും മുൻ ജയിൽ DGPയും നൽകിയ മൊഴി വിശ്വസിച്ചാണ് തങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞിരുന്നു. ഇതിന് മറുപടി നൽകുമ്പോഴാണ് DGP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തള്ളിപ്പറഞ്ഞത്. DGP, ADGP എന്നിവരുടെ മൊഴികൾ സത്യസന്ധമാകണമെന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അത് അവരുടെ അഭിപ്രായമാകാമെന്നും ചെന്നിത്തല പറഞ്ഞു. വ്യവസ്ഥാപിതമായ കമ്മീഷന്റെ മുമ്പിൽ ധാരാളം ആളുകൾ മൊഴി കൊടുക്കും സാർ. DGP മൊഴി കൊടുക്കും, ADGPമാർ മൊഴി കൊടുക്കും, മുൻ ജയിൽ DGP മൊഴി കൊടുക്കും. അവർ കൊടുക്കുന്ന മൊഴികളെല്ലാം സത്യസന്ധമാകണമെന്നില്ല, അവരുടെ അഭിപ്രായങ്ങളാകാം. മുൻ അന്വേഷണ കാലത്തെ രേഖകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പരാതി കിട്ടിയ ഒരെണ്ണം പോലും പോലീസ് വിട്ടിട്ടില്ല. പക്ഷേ കിട്ടാത്ത പരാതിയുടെ പുറത്ത് പോലീസിന് കേസെടുക്കാൻ പറ്റുമോ? 6 കോടി രൂപയുടെയാണ്
പോലീസിന് കിട്ടിയത്. അതെല്ലാം അന്വേഷിച്ച് അതിൻ്റെ നിയമപരമായ നടപടികൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തെറ്റായ മൊഴി നൽകിയ DGPക്കെതിരെ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ചു. അല്ല, DGP സെൻകുമാർ ആ സ്ഥാനത്ത് തുടരുകയാണ്. അദ്ദേഹമാണ് ഇത് മൊഴി കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ തെറ്റായിട്ടുള്ള മൊഴി കൊടുത്ത DGPക്കെതിരെ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്? സരിതയുടെ ഫോൺ രേഖകൾ IG ജോസ് നശിപ്പിച്ചുവെന്നായിരുന്നു സോളാർ കമ്മീഷന് മുമ്പാകെ DGP TP സെൻകുമാറിന്റെ മൊഴി. ശ്രീധരൻ നായർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുമ്പോൾ സരിത അവിടെ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ട് ADGP A ഹേമചന്ദ്രനും കമ്മീഷന് നൽകിയിരുന്നു. റിപ്പോർട്ടർ തിരുവനന്തപുരം. ഈ വിഷയത്തിൽ MLA-മാരായ TM തോമസ് ഐസക്, ജോസഫ് വാഴക്കൻ, KNA ഖാദർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ A സജീവൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ ജോസഫ് വാഴക്കൻ, ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ സോളാർ കമ്മീഷനിൽ ഉയർന്ന നിരവധി കാര്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അതിൽ ഒരു കുറ്റവാളിയുടെ ആരോപണം ഏറ്റുപിടിക്കുന്നത് എന്തിന് നിങ്ങൾ റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കൂ എന്ന രാഷ്ട്രീയമായ പ്രതിരോധത്തിനപ്പുറത്ത് ഉയർന്ന വിഷയങ്ങൾക്കൊന്നും മറുപടി പറയാഞ്ഞത് എന്താണ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും? അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ലൈനിൽ പ്രശ്നങ്ങൾ, അത് തിരുത്തിയതിനു ശേഷം മടങ്ങി വരാം. ശ്രീ KNA ഖാദർ, ഇന്ന് പ്രതിപക്ഷം 1995 അന്നത്തെ മുഖ്യമന്ത്രി K കരുണാകരനെ കുറിച്ച് ഉമ്മൻചാണ്ടി പറഞ്ഞത് കോട്ട് ചെയ്യുകയുണ്ടായി. മുഖ്യമന്ത്രി ചെയ്ത പാപത്തിൻ്റെ വിഴുപ്പ് ചുമക്കേണ്ട കാര്യം ഈ നാടിനോ കോൺഗ്രസിനോ ഇല്ല എന്നാണ് 95 ഉമ്മൻചാണ്ടി കരുണാകരനെ കുറിച്ച് പറഞ്ഞത്. അതേ സാഹചര്യത്തിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി നിൽക്കുന്നു. ഈ ആരോപണങ്ങളുടെയൊക്കെ വിഴുപ്പ് ഭാണ്ഡം ചുമക്കേണ്ട എന്തെങ്കിലും ബാധ്യത മുസ്ലിം ലീഗിനുണ്ടോ? ജനങ്ങൾ നിങ്ങളെയും ഇതിലൊക്കെ പങ്കാളികളായി കണ്ടുപോകില്ലേ? അഭിലാഷ്, നിങ്ങൾ ചോദിച്ച ചോദ്യം 1995 എന്ത് സംഭവിച്ചു എന്നും അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ത് പറഞ്ഞു എന്നും ഉള്ള വിഷയം പറയാൻ എനിക്ക് സാധിക്കില്ല. അത് പഴയ കാര്യം. അങ്ങനെ ഉമ്മൻചാണ്ടി പറഞ്ഞതാണോ, പത്രത്തിൽ വന്നത് ശരിയാണോ അല്ലേ, അന്ന് എന്തൊക്കെ സംഭവിച്ചു എന്ന് ഓർത്തെടുക്കാനൊന്നും കഴിയില്ല. ഇവിടെ ഇപ്പോൾ പതിവ് പോലെ തന്നെ ഈ പ്രതിപക്ഷം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് മുതൽ എടുക്കുന്ന നിലപാട് ഇങ്ങനെ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു നിലപാടാണ്. ആ നെഗറ്റീവായിട്ടുള്ള നിലപാട് ഇന്നും എടുത്തു എന്നല്ലാതെ ഇതുപോലെ പ്രതിപക്ഷം ധാരാളമായിട്ട് പല സന്ദർഭങ്ങളിലും ഈ നിയമസഭയിൽ ബഹളം വച്ചിട്ടുണ്ട്, നിയമസഭാ പ്രവർത്തനങ്ങളോട് സഹകരിക്കാതിരുന്നിട്ടുണ്ട്, എപ്പോഴും വാക്കൗട്ട് നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ കൊണ്ടുവന്ന അതേ അടിയന്തര പ്രമേയം തന്നെ പലതവണ കൊണ്ടുവന്നിട്ടുണ്ട്. ചട്ടങ്ങൾക്കനുസരിച്ച് കൊണ്ടുവരാൻ പാടില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നിർബന്ധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഭിന്നമായി അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതിപക്ഷം കഴിഞ്ഞ 4.5 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികൾ തന്നെയാണ് ഇന്നും ചെയ്തത്. അപ്പോൾ അത് ഭരണകക്ഷിയായിട്ടിരിക്കുമ്പോൾ ഈ പ്രതിപക്ഷം പറയുന്നത് സ്വാഭാവികമായിട്ട് കേൾക്കുകയും മറുപടി പറയുകയും ചെയ്യുക എന്നുള്ളത് പതിവാണ്. അത് ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുന്ന UDF ആകുമ്പോൾ UDFനെതിരായിട്ട് അലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും കൂടി അത് പ്രതിരോധിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ്. എല്ലാ നിയമസഭകളിലും ഏത് കാലത്തും നടന്നിട്ടുള്ളതുപോലെയാണ്. പുതുതായിട്ട് വല്ലതും സംഭവിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് ആരോപിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം ആരോപിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഉൽപ്പന്നമാണ് എന്നുള്ളതാണ്. പക്ഷേ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ടല്ലോ. കോൺഗ്രസ് നേതാക്കളുടെ അടക്കം ടെലിഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നത് എല്ലാവരും കേൾക്കുകയുണ്ടായി. ചില രേഖകൾ പുറത്തു വരുന്നത് എല്ലാവരും കാണുകയുണ്ടായി. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ ഈ ഗൂഢാലോചന തിയറിയിൽ വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണമായും സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും സംരക്ഷിക്കാം, പിന്തുണയ്ക്കാം എന്ന നിലപാടാണോ ഇക്കാര്യത്തിൽ ലീഗിനുള്ളത്? അതിനപ്പുറത്തുള്ള മാനങ്ങൾ, കേവല രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് അപ്പുറത്തുള്ള മാനങ്ങൾ ഈ വിഷയത്തിൽ ഇല്ലേ? അല്ല, ഈ വിഷയത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല പ്രവർത്തനങ്ങളിലും പിന്തുണ കൊടുക്കുന്ന ഒരു കക്ഷിയാണ് മുസ്ലിം ലീഗ്. ഐക്യജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയാണ്. കേരളം കണ്ട ഏറ്റവും നല്ല വികസന രംഗത്ത് വളരെയധികം വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. ആ വികസന പ്രവർത്തനങ്ങളിലും ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളിലും മുസ്ലിം ലീഗിനും നിർണായകമായ പങ്കുണ്ട്. അങ്ങനെ ഇരിക്കെ ആ ഐക്യജനാധിപത്യ മുന്നണിയുടെ പേരിൽ പ്രതിപക്ഷം ആരോപിക്കുന്ന ഈ ആരോപണങ്ങൾ, ഇപ്പോൾ സോളാർ കമ്മീഷൻ്റെ വിഷയമാണെങ്കിൽ ഞാൻ അതിൻ്റെ മെറിറ്റിലേക്കും അതിൻ്റെ ഗുണദോഷങ്ങളിലേക്ക് കടക്കുന്നില്ല. അതൊരു കമ്മീഷൻ നിലവിലുണ്ട്. കമ്മീഷൻ്റെ മുമ്പിൽ അനുകൂലമായും പ്രതികൂലമായും മൊഴികൾ വരുന്നുണ്ട്.
ആ മൊഴികളും രേഖകളും തെളിവുകളും പരിശോധിച്ച് കമ്മീഷൻ ഒരു തീരുമാനമെടുത്ത് റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ ഇതിന്റെ സത്യസ്ഥിതി മനസ്സിലാക്കാൻ സാധിക്കൂ. ശരി, അതാണ് അക്കാര്യത്തിൽ ലീഗിന്റെ നിലപാട്. റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കണം എന്നുള്ളത്. ദയവായി തുടരുക ശ്രീ കെ എൻ ഖാദർ. ശ്രീ ജോസഫ് വാഴക്കൻ, ഇന്ന് പ്രതിപക്ഷ ഉപനേതാവ് ചോദിക്കുകയുണ്ടായി മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ സഭയെ തെറ്റിദ്ധരിപ്പിച്ചത് എന്ന്. ഇതേ നിയമസഭയിൽ മുഖ്യമന്ത്രി സരിത എസ് നായരെ കണ്ട കാര്യം നിരാകരിച്ചിരുന്നു. 27-നല്ല 29-ാം തീയതിയാണ് വിജ്ഞാൻ ഭവനിൽ യോഗം ചേർന്നത് എന്ന് മുഖ്യമന്ത്രി സഭയിൽ ഖണ്ഡിതമായി പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ മുൻപാകെ മൊഴി നൽകിയപ്പോൾ അദ്ദേഹം ഇക്കാര്യങ്ങളല്ല പറഞ്ഞത്. അദ്ദേഹം അവിടെ തിരുത്തി പറയുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിന് എന്തുകൊണ്ടാണ് അദ്ദേഹം ഉത്തരം പറയാതിരുന്നത്? അദ്ദേഹത്തിലേക്ക് പോകാൻ ഇപ്പോഴും സാധിക്കുന്നില്ല. ടെലിഫോൺ ലൈനിൽ ബുദ്ധിമുട്ടുകളുണ്ട്. ശ്രീ ടി.എം. തോമസ് ഐസക്, ഇവിടെ പ്രതിപക്ഷം നേരിടുന്ന ചോദ്യം എന്തിന് പകുതി വെന്ത ആരോപണങ്ങളുടെ പുറകെ പ്രതിപക്ഷം പോകുന്നു എന്നുള്ളതാണ്. സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ ഈ ആരോപണങ്ങളുടെയൊക്കെ വസ്തുത പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കാര്യത്തിലൊരു നിഗമനത്തിൽ കമ്മീഷൻ എത്തിയിട്ടില്ല. എല്ലാ വശങ്ങളും പരിശോധിക്കുന്നുണ്ട്. അത് പരിശോധിച്ചൊരു റിപ്പോർട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് ഈ ആരോപണങ്ങളൊക്കെ വേദവാക്യമാണ് എന്ന് കരുതി പ്രതിപക്ഷം എന്തിനിറങ്ങി പുറപ്പെടണം? ആരോപണങ്ങൾ ഒക്കെ വേദവാക്യമായിട്ട് ആരും എടുത്തിട്ടൊന്നുമില്ല. ഈ സോളാർ കമ്മീഷന് മുന്നേ തന്നെ ഞങ്ങളുടെ സാമാന്യ യുക്തിയെ വെച്ചിട്ട് ഈ സർക്കാരിനെതിരായിട്ട് വെച്ച ആരോപണങ്ങൾ ബലപ്പെടുത്തുന്ന തെളിവുകൾ കൂടുതൽ വരികയാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും രാഷ്ട്രീയമായിട്ട് അത് ഉന്നയിക്കും. സോളാർ കമ്മീഷൻ അതിന്റെ വിധിയും തീർപ്പും വരട്ടെ. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ, ഈ സർക്കാരില്ലെങ്കിൽ നാളെ ഉള്ള സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കട്ടെ. പക്ഷേ ഇത് വെറും നീതിന്യായത്തിന്റെ പ്രശ്നമല്ലല്ലോ, നിയമത്തിന്റെ പ്രശ്നമല്ലല്ലോ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സജീവമായ രാഷ്ട്രീയ പ്രശ്നമല്ലേ എന്ന അഴിമതി. നമ്മുടെ രാജ്യത്തെ, ഇന്ത്യ രാജ്യത്തെ തന്നെ രാഷ്ട്രീയത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ അഴിമതി. അപ്പോ ആ അഴിമതി സംബന്ധിച്ച് ഞങ്ങൾ ഉന്നയിച്ച ആ ആരോപണങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്ന, വളരെ കൃത്യമായിട്ട് അതിന് അടിവരയിടുന്ന തെളിവുകൾ വരുമ്പോൾ നിശ്ചയമായിട്ട് ഞങ്ങൾ ഉന്നയിക്കും. നിയമസഭയ്ക്കൊരു പരിപാവനത്വമുണ്ട്. ആ നിയമസഭയിൽ എത്ര വട്ടമാണെന്ന് ഞാൻ തന്നെ വളരെ കൃത്യമായിട്ട് ചോദിച്ചിരുന്നു. എത്ര വട്ടം മുഖ്യമന്ത്രി ഇല്ല, അറിയില്ല, ഈ സ്ത്രീ അവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കലല്ല, വഞ്ചിക്കുകയാണ്, കബളിപ്പിക്കുകയാണ്. ഒരു തവണയല്ല, തുടർച്ചയായിട്ട്. അപ്പോ അത് നിയമസഭ ഞങ്ങൾ ചോദ്യം ഉയർത്തുന്നതേ. അല്ലെങ്കിൽ അതും സോളാർ കമ്മീഷൻ തീർപ്പ് വരുന്നവരെ കാത്തിരിക്കാന്ന് പറഞ്ഞിരിക്കണം. ജോസഫ് വാഴക്കൻ, താങ്കൾക്ക് കേൾക്കാമോ? ഹലോ, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. മുഖ്യമന്ത്രിക്ക് ഇന്ന് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളുടെ മെറിറ്റിലേക്ക് കടന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്തുകൊണ്ടാണ് നിയമസഭയിൽ മുൻപ് പറഞ്ഞ കാര്യം കമ്മീഷനിലെത്തി മാറ്റിപ്പറഞ്ഞത് എന്ന കാര്യത്തെ അഭിസംബോധന ചെയ്ത് പോകാൻ കഴിയാതിരുന്നത്? എന്തുകൊണ്ടാണ് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതിരുന്നത്? കേൾക്കാം ശ്രീ ജോസഫ് വാഴക്കൻ. രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ടെലിഫോണിൽ റേഞ്ച് ഇല്ലാത്തതാണ് പ്രശ്നം. ശ്രീ എ സജീവൻ, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പ്രതിപക്ഷത്തെയും കേരള സമൂഹത്തെയും വിശ്വസിപ്പിക്കാൻ കഴിയുന്ന ന്യായീകരണങ്ങൾ നിരത്താൻ കഴിഞ്ഞിട്ടുണ്ടോ താങ്കളുടെ വിലയിരുത്തലിൽ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. അദ്ദേഹം പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ പ്രതിപക്ഷം പറയുന്നതിനോട് ഞാൻ അത് യോജിച്ചുകൊണ്ട് പറയല്ല. മുഖ്യമന്ത്രി നേരത്തെ ഇപ്പോൾ പറഞ്ഞ കാര്യം ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമുണ്ടാകുമായിരുന്നില്ല. മുഖ്യമന്ത്രി നേരത്തെ സരിത എന്നൊരു സ്ത്രീയെ അറിയില്ല എന്ന് പറഞ്ഞു. അവസാനം ഓരോരോ കാര്യങ്ങൾ അദ്ദേഹം തന്നെ സമ്മതിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ മാറ്റി പറയുകയും മാത്രമല്ല, ഇപ്പോഴത്തെ പ്രശ്നം പോലും ഇവിടുത്തെ പോലീസിൻ്റെ ഏറ്റവും ഉന്നതനായ അധിപൻ പോലും പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല, അതെല്ലാം തെറ്റാണ് എന്ന് മാറ്റി പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകളെ പലപ്പോഴും ആളുകൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അത്ഭുതമില്ല. കാരണം അദ്ദേഹം വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം ഇതിൽ കുറ്റക്കാരനാണെന്ന് ആരും പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വരുമ്പോൾ ഞാനുമായി ബന്ധമില്ല, എൻ്റെ ഓഫീസുമായി ബന്ധമില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ പ്രധാനപ്പെട്ട പല ആളുകളും ഇതിൽ പ്രതികളാക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. അവരെ അറസ്റ്റ് ചെയ്യുന്നു, അവർ ജയിലിലാവുന്ന അവസ്ഥ ഉണ്ടാകുന്നു.
അത് കഴിഞ്ഞ് ആണ് മറ്റു കാര്യങ്ങൾ. സരിതയെ കണ്ടാലറിയില്ല, സരിതയെ വന്നിട്ടുണ്ടാകാം, പക്ഷെ ആരാണെന്നറിയില്ല. പക്ഷേ അതിൻ്റെ ഓരോ തെളിവുകൾ വരുന്നു. ഇങ്ങനെ തെളിവുകൾ, പിന്നെ അദ്ദേഹത്തിൻ്റെ സഹായികളായിട്ടുള്ള ആളുകൾ, അവർ മുഖ്യമന്ത്രിക്ക് ഒരു പങ്കുമില്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട, അദ്ദേഹവുമായിട്ട് ഏറ്റവും അടുത്ത രാഷ്ട്രീയ നേതാക്കന്മാർ ഏറ്റവും ഒടുക്കം വന്നത് തമ്പാനൂർ രവിയുടെ വെളിപ്പെടുത്തലാണ്, സരിതയുമായിട്ടുള്ള സംഭാഷണം. അതിൽ തമ്പാനൂർ രവി എന്തിനാണ് ഇങ്ങനെ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് പോയിട്ട് ഇതൊക്കെ പറയുന്നത്? അതെടുത്ത് മാറ്റി വയ്ക്കാനാണ് പറയുന്നത്? എന്തോ സംഗതി എടുത്ത് മാറ്റാൻ പറയുന്നുണ്ടല്ലോ. അപ്പം മാറ്റിവെക്കാൻ പറയുകയും മറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് സംശയം ഉണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ശരി, അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നുണ്ട് പൊതുമണ്ഡലത്തിൽ എന്നുള്ളതാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്. ശ്രീ കെ എൻ എ ഖാദർ, 2013 ജൂൺ 13 മുതൽ നിയമസഭയിൽ പല ഘട്ടങ്ങളിലായി ഉയരുന്ന വിഷയമാണ് ഇത്. പ്രതിപക്ഷം ഏറ്റവും രൂക്ഷമായി ഈ സർക്കാരിൻ്റെ കാലത്ത് ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപവുമാണ് ഇത്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിന് മറുപടി പറയുമ്പോൾ മുഖ്യമന്ത്രി കൃത്യമായി രേഖകൾ പരിശോധിച്ചുകൊണ്ട് ആധികാരികമായി തന്നെ ആയിരിക്കുമല്ലോ മറുപടി പറയുക. അതല്ലാതെ അദ്ദേഹം പറയുമെന്ന് കരുതാൻ നമുക്ക് യാതൊരു ന്യായവുമില്ല. അദ്ദേഹം മുൻകാലങ്ങളിൽ പറഞ്ഞ 2 പ്രധാനപ്പെട്ട വസ്തുതകൾ, സരിത എസ് നായരെ കണ്ടതുമായി ബന്ധപ്പെട്ട കാര്യം, അതുപോലെ തന്നെ വിജ്ഞാൻ ഭവനിൽ നടന്ന ഒരു മീറ്റിങ്ങിൻ്റെ കാര്യം, ഈ 2 കാര്യവും നിയമസഭയിൽ പറഞ്ഞ കാര്യമല്ല അദ്ദേഹം സോളാർ ജുഡീഷ്യൽ കമ്മീഷനിൽ പറഞ്ഞത്. എന്തുകൊണ്ടാണ് താങ്കൾ അടക്കമുള്ള സാമാജികരെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് തെറ്റിദ്ധരിപ്പിക്കേണ്ടി വന്നത് എന്ന് അന്വേഷിക്കേണ്ടേ? അല്ല, ഞങ്ങളാരും അങ്ങനെ ആർക്കെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല ഞങ്ങളാരും. അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ അറിയുന്നവരും വിവരമുള്ളവരും പരിചയസമ്പന്നരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാരാണ്. ഞങ്ങളെയൊന്നും ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും ആർക്കും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ഈ ആരോപണം, ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒന്നും ഒരു ചർച്ചയിലും ഞാൻ ഇന്നുവരെ പങ്കെടുത്തിട്ടില്ല, പങ്കെടുക്കാൻ എനിക്ക് താല്പര്യവുമില്ല. അവിടെ പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കും കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ അവിടെ ഇരുന്ന് കേട്ടിട്ടുണ്ട്. അതെല്ലാം വളരെ ന്യായമായിട്ടുള്ള മറുപടികളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ അഭിലാഷ് ആലോചിച്ച് നോക്കൂ, ഒരു കോടതിക്കകത്ത് ഒരു കേസിനെ കുറിച്ച് വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്, സാക്ഷികളുടെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, തെളിവ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും കോടതിയിൽ നടക്കുന്ന സംഭവങ്ങളെ വീക്ഷിക്കാൻ വേണ്ടി വാദികളുമായും പ്രതികളുമായിട്ടും ബന്ധമുള്ള ആളുകളും സാക്ഷികളുടെ സഹായികളും പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ കോടതിക്ക് പുറത്ത് നിൽപ്പുണ്ട് എന്ന് സങ്കല്പിക്കുക. അകത്ത് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുകയും തെളിവുകൾ ഹാജരാക്കുകയും വിചാരണയിൽ മൊഴി നൽകുകയും ചെയ്യുമ്പോൾ പുറത്തുള്ള ആളുകൾ തമ്മിൽ അടിക്കുകയും മത്സരിക്കുകയും അത് വെച്ച് വാദിക്കുകയും ചെയ്യുന്നത് എന്ത് ന്യായമാണ്? അതുപോലെയാണ് ഇവിടെ പുറത്ത് നടക്കുന്നത്. ഈ ഒരു കമ്മീഷന്റെ മുമ്പിൽ നടക്കുന്ന തെളിവെടുപ്പിനെ സംബന്ധിച്ച് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത നമ്മളെല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്യാണ്. ശരി, അതാണ് അക്കാര്യത്തിൽ താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ ടി എം തോമസ് ഐസക്, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി കള്ളം പറഞ്ഞു എന്ന് ആരോപിക്കാൻ മാത്രം എന്തുണ്ട്? നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതും പിന്നീട് കമ്മീഷനിൽ പറഞ്ഞ 2 കാര്യങ്ങൾ എടുക്കുക. മുഖ്യമന്ത്രി കമ്മീഷനിലും പറഞ്ഞത് 3 തവണ കണ്ടിട്ടുണ്ടായിരിക്കാം എന്നാണ്. മുഖ്യമന്ത്രി തിരക്കുള്ള ഒരാളാണല്ലോ, അദ്ദേഹത്തെ കണ്ടുമുട്ടുന്ന എല്ലാ ആളുകളെയും അദ്ദേഹം ഓർത്തിരിക്കണം എന്നില്ല. അത് ഒരു കാര്യം. എന്ന് മാത്രമല്ല, നിയമസഭയെ സംബന്ധിച്ചൊരു തീയതിയുടെ കാര്യത്തിൽ അദ്ദേഹം മനഃപൂർവ്വമായി തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യം എന്താണ്? അന്ന് ഒരു പിശക് സംഭവിച്ചതായിക്കൂടെ? അദ്ദേഹം ഞാൻ നിയമസഭയിൽ പറഞ്ഞ കാര്യം പിശക് സംഭവിച്ചതാണ് എന്ന് രേഖാമൂലം, സത്യവാങ്മൂലമായി നൽകിയിട്ടുമുണ്ട് കമ്മീഷനിൽ. ഒരു വസ്തുതയിൽ വന്നിട്ടുള്ള ആനുഷംഗികമായിട്ടുള്ള പെശകല്ല ഈ കേസ്. എന്താണ് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഉപയോഗപ്പെടുത്തി വലിയൊരു തട്ടിപ്പ് നടന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധമില്ല എന്നുള്ള നിലപാട് ആദ്യം എടുത്തു. പിന്നെ അദ്ദേഹം തന്നെ സമ്മതിച്ചു അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു, അവരെ ശിക്ഷിക്കുകയും ചെയ്തുകൊണ്ട്. പക്ഷേ മുഖ്യമന്ത്രിക്കിനെ കുറിച്ച് അറിവുണ്ടായിരുന്നോ? എ. ബി, ഇതിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും നേട്ടം കിട്ടിയോ? ഈ 2 ചോദ്യങ്ങള് ഉത്തരവില്ലാതെ നിൽക്കുകയായിരുന്നു. അപ്പോ ആദ്യത്തെ ചോദ്യത്തിന് മുഖ്യമന്ത്രി തുടർച്ചയായിട്ട് എടുത്തു വന്ന നിലപാട് അദ്ദേഹത്തിന് സ്ത്രീയെ അറിയത്തില്ല. ഇത് കേവലം ഒരു മറവിയുടെ പ്രശ്നമല്ല, ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നിപ്പോ വന്നുകൊണ്ടിരിക്കുന്ന തെളിവുകൾ ഓരോന്നും, ഇപ്പൊ ഏറ്റവും അവസാനം തമ്പാനൂർ രവി ഒരു ഹാൻഡിലറെ പോലെയല്ല തമ്പാനൂർ രവി ഇപ്പൊ എന്ത് ചെയ്യണം, ഈ പ്രതി എന്ത് ചെയ്യണം, എന്തെല്ലാം മാറ്റണം, എന്ത് തെളിവ് നശിപ്പിക്കണം, ഇതെല്ലാം കേരളത്തിന്റെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയല്ലേ എന്ന്.
അസന്നിഗ്ധമായിട്ടൊരു കാര്യം ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി കള്ളം നിയമസഭയോടും നാടിനോടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു തുടർച്ചയായിട്ട്. ഈ കേസിന്റെ ഏറ്റവും കാതലായ നിർണായകമായ കാര്യത്തിൽ മുഖ്യമന്ത്രി ജനങ്ങളെ വഞ്ചിച്ചു എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ആരോപണത്തിന്റെ തലത്തിൽ നിൽക്കുന്നത് തെളിവില്ലാതെ ആരോപണമേ ഉള്ളൂ. ഒരാളുടെ വാക്ക് മറ്റാളുടെ വാക്കിനെതിരായിട്ട് നിൽക്കുന്നത് മുഖ്യമന്ത്രിക്ക് പണം കിട്ടിയില്ല എന്നുള്ളതാണ്. അതിന്റെ അന്വേഷണങ്ങൾ നടന്നോട്ടെ, കാര്യങ്ങൾ വരട്ടെ. പക്ഷെ ഇക്കാര്യം അവിദഗ്ധിതമല്ലേ എന്ന് നിസ്സാരമായിട്ട് എടുക്കാൻ കഴിയോ? എന്നിട്ട് അന്ന് കേസ് ഡൽഹിയിൽ നടക്കുന്നു. എന്താ കോൺഗ്രസ് എന്താ ചെയ്തത്? ഏതും കേസുണ്ടല്ലോ, കോടതിയിലെ വിധി വരട്ടെ എന്ന് പറഞ്ഞ് കൈ കിട്ടിയിരിക്കുന്ന അല്ല. തുടരുക. ശ്രീ ജോസഫ് വാഴക്കൻ, മുഖ്യമന്ത്രി കള്ളം പറഞ്ഞു എന്ന് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത്. ഇന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസംഗത്തിലും എന്തുകൊണ്ട് മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു എന്ന ചോദ്യം ചോദിച്ചു. പക്ഷെ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. മറിച്ച് ഒരു ക്രിമിനലിന്റെ വാക്കുകളെ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചടി കിട്ടും എന്ന രാഷ്ട്രീയമായ മറുപടി നൽകുകയാണ് ചെയ്യുന്നത്. എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കാൻ ഇപ്പോഴും പറ്റുന്നില്ലേ സർക്കാരിന്? എന്നോടാണോ ജോസഫ് വാഴക്കൻ? അതെ 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 ശ്രീ ജോസഫ് വാഴക്കൻ. ഈ തോമസ് ഐസക്കിനൊന്നും വേറെ യാതൊരു ജോലിയില്ലാഞ്ഞിട്ടാണ് ഇതിനകത്ത് ഇപ്പോഴും പ്രതികരിച്ച് നടക്കുന്നത്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഈ സരിത ഞാൻ നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ ചർച്ച കണ്ടു കഴിഞ്ഞാൽ ചാനൽ തന്നെ ആളുകൾ ഓഫ് ചെയ്തിട്ട് പോവുകയാണ്. കാരണം ഇതൊന്നും ഒരു കാര്യവുമുള്ള കാര്യമല്ല. അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 1-2 സ്റ്റാഫുകൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അവരെ സ്റ്റാഫിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അവരുടെ പേരിൽ പോലീസ് നടപടിയും വന്നു. അത് അവിടെ കൊണ്ട് തീർന്നൊരു കാര്യമാണ്. ബാക്കി ഇവിടെ ഗവേഷണം നടത്തുക. സരിത കണ്ടോ, സരിത മിണ്ടിയോ? ഈ ലോകത്തുള്ള വലിയ തട്ടിപ്പുകാരിയാണ്. അവരുടെ ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അങ്കിൾ എന്നാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ അവർ വിളിച്ചുകൊണ്ടിരുന്നത് ഇടതുപക്ഷ മുന്നണിയിലെ CPM-ലെ. അങ്ങനെ ഈ രാജ്യത്ത് പല വേഷം കെട്ട് നടന്നിരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരെ വെച്ചുകൊണ്ട് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഓരോ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുക. എല്ലാ കാലത്തും ഇടതുപക്ഷ മുന്നണിയുടെ ഒരു പണിയായി. അല്ല ശ്രീ ജോസഫ് വാഴക്കൻ, ഞാൻ ചോദിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ സത്യസന്ധമായി എന്താണ് സംഭവിച്ചത് എന്ന് പറയാമല്ലോ. സരിത എസ് നായർ എന്ന ഒരു വ്യവസായ സംരംഭകയെ കാണുക എന്നുള്ളത് ഒരു ക്രിമിനൽ കുറ്റമൊന്നുമല്ല. പക്ഷേ മുഖ്യമന്ത്രി കണ്ടിട്ടില്ല എന്ന് നിയമസഭ മുൻപാകെ പറയുന്നു. ഡൽഹിയിൽ വെച്ച് നടന്ന ഒരു മീറ്റിംഗ് 29-ാം തീയതി ആയിരുന്നു. പ്രതിപക്ഷം 29-ാം തീയതി എന്ന് ഖണ്ഡിതമായി പറയുമ്പോഴും വിജ്ഞാൻ ഭവനിലെ മീറ്റിംഗ് 27-നായിരുന്നു എന്ന് നിയമസഭയിൽ ഫ്ലോറിൽ മുഖ്യമന്ത്രി വളരെ ആധികാരികമായി പറയുകയാണ്. മുഖ്യമന്ത്രി കാര്യങ്ങൾ പരിശോധിക്കാതെ പറയുന്ന ആളല്ലല്ലോ. അല്ല, അന്ന് ഞാനൊരു കാര്യം പറയട്ടെ. ഈ വിജ്ഞാൻ ഭവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കേട്ടാൽ ഈ നാട്ടുകാരെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുക. വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന വിജ്ഞാൻ ഭവൻ എന്ന് പറഞ്ഞാൽ അന്തർദേശീയ സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന ഒരു വലിയ സ്ഥലമാണ്. അവിടെ അങ്ങനെ അധികം ഒന്നും പുറത്തൊന്നും അകത്തോട്ടൊന്നും ആരും കയറാറില്ല. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി ചെല്ലുമ്പോൾ ഒരുപാട് ഡൽഹി ആളുകളും മലയാളികളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ കാണണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വിജ്ഞാൻ ഭവന്റെ മുമ്പിൽ പോകും. നമ്മുടെ അവിടുത്തെ ചാനലുകാരവിടെ പോയി എന്നിരിക്കും, പത്രക്കാരവിടെ പോയി എന്നിരിക്കും. അപ്പൊ അവിടെ മുമ്പിൽ നിൽക്കുന്ന പല ആളുകളും കാണാൻ വന്നു. ചിലപ്പോൾ ഒരാളവിടെ വന്നു ഒരു നിവേദനം കൊണ്ടുവന്നു തന്നു. അതെല്ലാം മുഖ്യമന്ത്രി ഓർത്തിരിക്കുക. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരക്കണക്കിന് ആളുകൾ ഡെയിലി കാണുന്നതല്ല, അല്ലാണ്ട് അച്യുതാനന്ദന്റെ കൂട്ട ആഴ്ചയിൽ ഒരാളെ കാണുന്ന ആളല്ല. അല്ല, മുഖ്യമന്ത്രി അത് ഓർത്തിട്ടുണ്ടാകില്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഞാൻ ഓർക്കുന്നില്ല എന്നൊരു മറുപടി പറയണമായിരുന്നു. എന്ന് മാത്രമല്ല, ഈ തീയതി അങ്ങനെ തെറ്റിപ്പോകുമോ ശ്രീ ജോസഫ് വാഴക്കൻ? കാരണം അല്ല, ആ തീയതിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ കൂടിയുണ്ട്. കാരണം ഈ പറയുന്ന തീയതിയിൽ ഡിസംബർ 27-ാം തീയതിയാണ് ആദ്യത്തെ കോഴ ഗഡു ഡൽഹിയിൽ വെച്ച് നൽകിയത് എന്നാണ് സരിത എസ് നായർ അവകാശപ്പെടുന്നത്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷെ കോഴ നൽകിയെന്ന് പറയുന്ന ഡേറ്റ് ഇതാണ്. മുഖ്യമന്ത്രി ആ ഡേറ്റിൽ ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് അത് മാറ്റി പറയേണ്ടി വന്നു എന്നുള്ളതാണ് സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന ആരോപണത്തിന്റെ ആധാരം. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കഴിഞ്ഞ 50 വർഷമായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ വളരെ നിർണായകമായ സ്ഥാനം വഹിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ 2 തവണയായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഈ ഒരു തട്ടിപ്പുകാരുടെ കയ്യിൽ നിന്ന് ഡൽഹിയിൽ ഇത്ര രൂപ വാങ്ങണമെന്നൊക്കെ നിങ്ങൾ ഏത് അർത്ഥത്തിലായി സംസാരിക്കുന്നത്? ഉമ്മൻചാണ്ടിയെ നിങ്ങൾക്ക് അറിയില്ലഞ്ഞിട്ടാ? ഉമ്മൻചാണ്ടിയുടെ ഈ കേരള സമൂഹത്തിൽ അദ്ദേഹത്തിനുള്ള വില എന്താണെന്ന് അറിയാഞ്ഞിട്ടാണ്? ഉമ്മൻചാണ്ടിക്ക് ഏതെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടോ എന്നറിയാൽ ഉമ്മൻചാണ്ടിയൊക്കെ സഹായിക്കാൻ ഈ രാജ്യത്ത് എത്രയോ ആളുകൾ
സ്വമേധയാ വരുന്ന ഒരാളാണെന്നറിയോ. പക്ഷെ അതൊന്നും പറ്റി ജീവിക്കുന്ന ഒരാളല്ല ഉമ്മൻചാണ്ടി. അങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ വളരെ പ്രധാനപ്പെട്ട 19 വർഷത്തെ ദീർഘമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളെ ഒന്നും ഇത്തരം വില കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ തേർഡ് റേറ്റ് ആയിട്ടുള്ള ഇത്തരം കഥാപാത്രങ്ങളുടെ ഈ ആരോപണങ്ങളും കൊണ്ട് നടക്കരുത്. ശരി, ഒരൊറ്റ കാര്യം ശ്രീ ജോസഫ് വാഴക്കൻ, ഒരൊറ്റ കാര്യം, തേർഡ് റേറ്റ് ആയ ഈ കഥാപാത്രം രാജ്യത്ത് നടന്നു, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഒരൊറ്റ കാര്യം ശ്രീ ജോസഫ് വാഴക്കൻ, നിങ്ങൾ ഈ പറയുന്ന തേർഡ് റേറ്റ് ആയ കഥാപാത്രം ഇന്ന് നിയമസഭയിൽ തന്നെ പറഞ്ഞു 60 ക്രിമിനൽ കേസിൽ പ്രതിയായ ആൾ, ക്രിമിനൽ തട്ടിപ്പ് നടത്തുന്ന ആൾ എന്നൊക്കെ നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഈ വ്യക്തിയുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നത് ആരാണ്? ഇന്നലെ ഒരു ഓഡിയോ ടേപ്പ് വന്നല്ലോ. ബിജു രാധാകൃഷ്ണനെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന ദിവസം കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി സരിത എസ് നായരോട് വിളിച്ചു പറയുകയാണ്, എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം, അത് അവിടെ നിന്ന് മാറ്റണം, ഞാൻ എല്ലാം ചെയ്തു കൊള്ളാമെന്ന് പറയുമ്പോൾ ഉടനടി എന്നാണ് KPCC ജനറൽ സെക്രട്ടറിയുടെ അങ്ങേ തലക്കലെ പ്രതികരണം. ഇങ്ങനെ ഇത്രയും മോശമായ ഒരാളുമായി എന്തിനാണ് ഇങ്ങനെ നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ട് അവിടെ ഒന്നും കാണരുതേ എന്ന് വിധേയത്വത്തോടെ അഭ്യർത്ഥിക്കുന്നത്? അങ്ങനെ ഏതെങ്കിലുമൊക്കെ വ്യക്തികള് ഈ പാർട്ടിയിലുള്ളവർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം, സോളാർ കമ്മീഷനിലുണ്ടല്ലോ, അങ്ങോട്ടൊരു പരാതി കൊടുത്തിട്ട് അവിടെ അവരെ കുറിച്ച് അന്വേഷിക്കട്ടെ. ഇതൊന്നും എനിക്ക് ഇതൊന്നും മറുപടി പറയാനാവുന്ന കാര്യങ്ങളല്ല. എനിക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുറിച്ചും ഈ ഗവൺമെന്റിനെ കുറിച്ചും ഇന്ന് നിങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിചാരണ എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള കാര്യമാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുമുന്നണിക്കുമുള്ള ഒരു പ്രത്യേക ഇതിൽ മാർക്സിസ്റ്റ് പാർട്ടി ഉന്നയിക്കുന്ന ആരോപണങ്ങളെ വിട്ടേക്കുക. ഞാൻ ചോദിക്കുന്നത് ശ്രീ ജോസഫ് വാഴക്കൻ, KPCCയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ളത് മാത്രമല്ല, തമ്പാനൂർ രവി മുഖ്യമന്ത്രിയുടെ ഒരു പ്രതിപുരുഷനായി അറിയപ്പെടുന്ന എ ഗ്രൂപ്പിന്റെ പ്രമുഖനായ ഒരു നേതാവാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായാണ് അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് അവിടെ ഒന്നും കാണരുതേ എന്ന് വളരെ വിനയത്തോടുകൂടി സരിത എസ് നായർ എന്ന് നിങ്ങൾ ഈ പറയുന്ന തട്ടിപ്പുകാരിയായ സ്ത്രീയോട് അപേക്ഷിക്കുകയാണ്. എന്നിട്ട് അത് ചെയ്യാമെന്ന് പറയുമ്പോൾ ഉടനടി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വെപ്രാളം. അദ്ദേഹം എന്തിനാ വെപ്രാളം കാണിച്ചതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ EP ജയരാജന് 10 കോടി രൂപ കൊടുക്കാമെന്ന് സരിത പറഞ്ഞിട്ട് 1.5 വർഷമായിട്ടുണ്ടോ? നിങ്ങൾ ഇന്നേ വരെ EP ജയരാജനെ വിളിക്കാനോ ഒരു ചർച്ച നടത്താനോ തയ്യാറായിട്ടില്ലല്ലോ. എന്തിനാ നിങ്ങൾ 10 കോടി കൊടുക്കാമെന്ന് പറഞ്ഞത്? ഇതാണോ രാഷ്ട്രീയം? ഇത്ര വില കുറഞ്ഞതാണോ രാഷ്ട്രീയം? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇങ്ങനെയാണോ ആളുകളെ സ്വാധീനിക്കുന്നത്? ഇങ്ങനെയാണോ ജനങ്ങളെ സ്വാധീനിക്കുന്നത്? ഒരു ചോദ്യം ഇന്ന് വരെ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായി? ഏത് ചോദ്യവും ചോദിക്കാൻ തയ്യാറാണ്. EP ജയരാജനുമായി ബന്ധപ്പെടുന്ന പക്ഷേ തെളിവുകളൊന്നും ഇന്ത്യ ടുഡേക്ക് കൊടുത്ത ഒരു അഭിമുഖം എന്നതിനപ്പുറത്തൊന്നും വന്നിട്ടില്ല. തുടരുക ശ്രീ KN ഖാദർ, ഞാനിപ്പോൾ ഈ സൂചിപ്പിച്ച ഓഡിയോ ടേപ്പുകൾ ഉണ്ടല്ലോ, കോൺഗ്രസിന്റെ നേതാക്കൾ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ഇടത്തും വലത്തും നിൽക്കുന്ന ഏറ്റവും പ്രമുഖരായ നേതാക്കൾ സംസാരിച്ചത് കേരളത്തിൽ ആരും കേട്ടിട്ടില്ല എന്നെന്തായാലും നിങ്ങളുടെ പാർട്ടിയും ഒരു നിലപാടെടുക്കാൻ വഴിയില്ല. എല്ലാ ആളുകളും, ടെലിവിഷൻ കാണുന്ന ആളുകൾ എല്ലാവരും അത് കേട്ടിട്ടുള്ളതാണ്. എന്താണ് ആ സംസാരത്തിൻ്റെ ഉള്ളടക്കം എന്നുള്ളത് നമുക്ക് വ്യക്തവുമാണ്. ആ ഘട്ടത്തിലും ഇത് പ്രതിപക്ഷം രാഷ്ട്രീയമായി ഉന്നയിക്കുന്ന ഒരു ആരോപണമല്ലേ? നമ്മൾ എല്ലാ ഘടകകക്ഷികളും ഒത്തുചേർന്നൊരു കോട്ടയായി നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാമെന്ന് എന്തിനിപ്പോഴും കരുതുന്നു? നിങ്ങളൊരു കാര്യം, ഒരു നിമിഷം ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ KN ഖാദർ, നിങ്ങൾ ശ്രമിച്ചാലും മാത്രമല്ല പല സന്ദർഭങ്ങളിലും ഒരു നിമിഷം ശ്രീ ജോസഫ് വാഴക്കൻ, ഒരു നിമിഷം ലൈനിൽ തുടരുക. ഒരു നിമിഷം ശ്രീ KN ഖാദർ, വളരെ പറഞ്ഞോളൂ. അല്ല, ഇത് വളരെ വർഷങ്ങളായിട്ട് ഈ ഗവൺമെന്റ് വന്നത് മുതൽ പ്രതിപക്ഷം എടുക്കുന്ന നിലപാട് ഇത് തന്നെയാണ്. ഈ ഗവൺമെന്റ് ചെയ്ത ഒരു കാര്യത്തിനോടും അവർ പോസിറ്റീവായിട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതുപോലെ ഒരു വിഷയമാണ് ഇപ്പോൾ ഇവരും കൈകാര്യം ചെയ്യുന്നതെന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ഞാൻ ആദ്യം തന്നെ അഭിലാഷിനോട് പറഞ്ഞു, ഈ സോളാർ കേസിനെ പറ്റി ഇന്ന് വരെ അതിൻ്റെ പ്രതികൂലമായോ അനുകൂലമായിട്ടോ ഇതിലുള്ള ഓരോ വിഷയങ്ങളെക്കുറിച്ചും ഒരു ചർച്ചയ്ക്ക് ഞാൻ പങ്കെടുത്തിട്ടില്ല. എനിക്കതിന് താല്പര്യമില്ല. അതിനെക്കുറിച്ച് വേണ്ടത്ര എനിക്ക് അറിവില്ലാത്തതുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ മതി. ഇവിടെ ഇന്ന് ഈ പ്രതിപക്ഷം നിയമസഭയിലെടുത്ത നിലപാട് ശരിയായില്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇന്ന് വരെ പ്രതിപക്ഷം പോസിറ്റീവായിട്ട് ഈ ഗവൺമെന്റ് ഒരു നല്ല കാര്യങ്ങളെക്കുറിച്ചും നല്ലതെന്ന് പറഞ്ഞിട്ടില്ല. അവർക്ക് രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാണ്. ഈ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞതുപോലെ തന്നെ അല്ലേ ഏത് കാലത്തും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? എന്ത് വ്യത്യാസമാണുള്ളത്? എല്ലാ വിഷയങ്ങളെയും അവർ ഇതുപോലെ തന്നെ എടുത്തിട്ടുള്ളത്. അവർ ഏത് കാലത്താണ് ഉമ്മൻചാണ്ടിയെയും ഐക്യജനാധിപത്യ മുന്നണിയെയും വിശ്വസിച്ചിട്ടുള്ളത്? ഏത് പ്രവൃത്തിയാണ് ഈ ഗവൺമെന്റ് ചെയ്തത് നല്ലത്? അങ്ങനെ 100 കാര്യങ്ങളിൽ ഒന്നെങ്കിലും അനുകൂലിച്ചിട്ടുള്ള ഒരു നിലപാട് എടുത്തിട്ടുള്ളവരാണെങ്കിൽ, പോസിറ്റീവായിട്ട് പ്രതികരിച്ചിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് അവരുടെ പോസിറ്റീവായി പ്രതികരിക്കാനുള്ള ഒരു രാഷ്ട്രീയ സന്ദർഭമല്ലല്ലോ ഇത്. പോസിറ്റീവായി പ്രതികരിക്കേണ്ട ഒരു സംഗതിയും ഈ ഘട്ടത്തിലല്ലോ. പ്രതിപക്ഷം സ്വാഭാവികമായും ഇത്ര വലിയ ആയുധം അവർക്ക് കിട്ടുമ്പോൾ അവർ അത് ഉപയോഗിക്കും എന്നുള്ളത് യാതൊരു അത്ഭുതത്തിനും വക നൽകുന്ന ഒന്നല്ല. ഞാൻ ചോദിക്കുന്നത്, മുൻപ് പല ഘട്ടങ്ങളിലും
വലിയ തോതിൽ പ്രതിച്ഛായ നഷ്ടം മുന്നണി നേരിട്ടപ്പോൾ അക്കാര്യത്തിൽ ഘടകകക്ഷികളും ഒരു പൊസിഷൻ എടുത്തിരുന്നു, ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഘടകകക്ഷികളുടെ കൂടി നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 ഘട്ടങ്ങളിലെങ്കിലും ചുരുങ്ങിയത് നേതൃമാറ്റം ഈ സംസ്ഥാനത്ത് കോൺഗ്രസ് മന്ത്രിസഭകൾ ഉള്ളപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നും വേണ്ട എന്നുള്ളത് എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ തീരുമാനിച്ചിരിക്കുന്നത്? അല്ല, ഈ തവണ അങ്ങനെ ഒരു നേതൃമാറ്റത്തിന്റെ പ്രപ്പോസൽ ഐക്യജനാധിപത്യ മുന്നണിയിൽ വന്നിട്ടില്ല. അങ്ങനെ ഒരു വിഷയം ഒരിക്കലും ചർച്ച ചെയ്യേണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു നിലപാട് എടുക്കേണ്ടതായി വന്നിട്ടുമില്ല. പിന്നെന്ത് പറയാനാ? റൈറ്റ്, അതാണ് അക്കാര്യത്തിലെ ലീഗിൻ്റെ നിലപാട്. ശ്രീ ടി.എം. തോമസ് ഐസക്, അപ്പോഴും സർക്കാരിന് അങ്ങോട്ട് ചോദിക്കാനുള്ളത്, ശരി, മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഒക്കെ കോഴ വാങ്ങി എങ്കിൽ അതിന് പ്രതിഫലമായി അവർക്ക് എന്താണ് തിരിച്ചു കിട്ടിയത് എന്നുള്ളതാണ്. അരിയാടൻ മുഹമ്മദ് ഇന്ന് വളരെ വസ്തുതാപരമായി കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായല്ലോ. ഒരാനുകൂല്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് വെച്ച സോളാർ വാട്ടർ ഹീറ്ററുമായി ബന്ധപ്പെട്ട് സബ്സിഡിക്ക് അണർട്ടിൽ അപേക്ഷ പോയപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്ത് ആ അപേക്ഷ നിരസിക്കുകയാണ് ഉണ്ടായത്. എന്തെങ്കിലും ഒരു ആനുകൂല്യം ഈ സർക്കാരിൽ നിന്ന്, ഊർജ്ജ വകുപ്പിൽ നിന്ന്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് ഈ കോഴ കൊടുക്കുന്ന ആളുകൾക്ക് അതിൻ്റെ പ്രതിഫലമായി കിട്ടേണ്ടേ? അതില്ലല്ലോ. കോഴ കൊടുക്കുന്ന ആളുകൾക്ക് കിട്ടിയിട്ടുള്ളത് അവരെ കബളിപ്പിക്കാനുള്ള ഇരകളെ വിശ്വാസ്യത നേടുന്നതിന് വേണ്ടിയിട്ട് കിൻഫ്ര പാർക്ക് തുറന്നു കൊടുക്കുക, സ്ഥലം കാണിച്ചു കൊടുക്കുക, മുഖ്യമന്ത്രിയുടെ കത്ത് കൊടുക്കുക, മുഖ്യമന്ത്രിനെ നേരിട്ട് അല്ല ഇത് നല്ല പദ്ധതിയാണെന്ന് അവർക്ക് ഉറപ്പ് നൽകുക. ഈ രീതിയിൽ ലഭിച്ചിട്ടുള്ളത് ചെറിയ പ്രോത്സാഹനമോ? ഇപ്പൊ കേസ് കൊടുത്തിരിക്കുന്ന മുഴുവൻ ആളുകളും പറയുന്നത് എന്താണ്? മുഖ്യമന്ത്രിയുടെ വാക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിന്നിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് തങ്ങൾ പണം നൽകിയെന്നുള്ളതല്ലേ? അത് ശരി. അപ്പോ സർക്കാർ കാശ് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ലെന്നുള്ളതാണോ? 1. 2, വെച്ച സോളാർ എക്യുപ്മെന്റ്സിന് അതിന് സബ്സിഡി കൊടുത്തിട്ടുണ്ടല്ലോ. അത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണല്ലോ. എന്താ ഉണ്ടായത്? ഇത്തരത്തിൽ ചെയ്തെങ്കിലും ഇവരെ അക്രഡിറ്റേഷൻ നൽകുന്നതിന് കേന്ദ്ര സർക്കാർ കർശനമായിട്ടുള്ള ഉപാധികൾ വെച്ചപ്പോൾ ആ ഉപാധികളുടെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ പറ്റാതെ പോകുന്നു. അവിടെയാണ് ഈ കളി ആകെ പൊളിഞ്ഞു പോയത്. കാരണം കേന്ദ്ര സർക്കാർ വളരെ കർശനമായ നിലപാട് ഇക്കാര്യത്തിൽ എടുത്തു. അത് അനുസരിച്ച് ഇവർക്ക് നൽകാൻ പറ്റത്തില്ല. അങ്ങനെ അക്രഡിറ്റേഷൻ കിട്ടിയില്ല. കേന്ദ്രത്തിന് ശ്രമിച്ചു, അവിടെയും നൽകിയില്ല. അതോടുകൂടി ഈ പദ്ധതിയാകെ അവതാളത്തിലേക്ക് മാറി. ആദ്യം പണം മേടിച്ച ആളുകളുടെ പണമെടുത്ത് ഇത്തരത്തിൽ സാരിത പറയുന്ന മുഖ്യമന്ത്രിക്കും ആര്യാടനും ഒക്കെ കൊടുത്തു എന്നുള്ളത് അത് അവരുടെ ആരോപണം, തെളിവായിട്ട് വന്നിട്ടില്ല. പക്ഷെ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? ആദ്യം മേടിച്ച പണം എടുത്തു കൊടുത്തു. ഇനി രണ്ടാമത് വരുന്ന ക്ലെയിംസിന്റെ പണം എടുത്തിട്ട് വേണം ആദ്യം ഉള്ളവർക്കുള്ള എക്യുപ്മെന്റ്സ് കൊടുക്കാൻ. എന്നാൽ രണ്ടാമതുള്ള ക്ലെയിംസ് വന്നില്ല. അതോടുകൂടി ഈ പോൺസി ഗെയിം തകർന്നു. ഇതാണ്ടായത്. അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ എ സജീവൻ, ഇവിടെ ചട്ടമനുസരിച്ച് കമ്മീഷനിലോ ട്രിബ്യൂണലിലോ പരിശോധനയ്ക്ക് വരുന്ന ഒരു വിഷയം അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ നിയമസഭയിൽ ചർച്ച ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ അതുപോലും മാറ്റിവെച്ചുകൊണ്ട് പ്രസംഗിക്കാൻ അനുവദിച്ചു, ഈ വിഷയം ഉന്നയിക്കാൻ അനുവദിച്ചു പ്രതിപക്ഷത്തെ എന്നുള്ളത് നമ്മൾ കാണണം. മുഖ്യമന്ത്രി ഇന്ന് പറയുന്നത് 14 മണിക്കൂർ ഞാൻ സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ മുൻപാകെ ചെലവഴിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞ് പിന്നീട് ക്രോസിംഗ് തുടങ്ങിയപ്പോൾ എല്ലാ ആളുകൾക്കും ഒരാൾക്കും ഒരു ചോദ്യവും എന്നോട് ചോദിക്കാതെ പോകരുത് എന്നുള്ളത് കൊണ്ട് എല്ലാ ചോദ്യത്തിനും വിധേയനാകാൻ ഞാൻ പിറ്റേന്ന് പുലർച്ചെ വരെ ഇരുന്നു കൊടുത്തു. അങ്ങനെ ഒരു അന്വേഷണത്തെ നേരിട്ട് കൊണ്ടിരിക്കുന്ന, ഈ സർക്കാർ തന്നെ തീരുമാനിച്ച അന്വേഷണമാണ്, ആ അന്വേഷണത്തെ നേരിട്ട് കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്കും സർക്കാരിനും ആ അന്വേഷണം പൂർത്തിയാകാനുള്ള സമയം കൊടുക്കേണ്ടേ? ഇല്ല, അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാലും ഇവിടെ നടപടിയിലേക്ക് വരില്ല. ഒരു റിപ്പോർട്ട് ആണ് ഈ അന്വേഷണ കമ്മീഷന് പുറത്തു കൊണ്ടുവരാൻ പറ്റുക. അത് തന്നെ സർക്കാരിൻ്റെ ദാക്ഷിണ്യത്തിന് അടിസ്ഥാനത്തിൽ നിൽക്കുന്നതാണ്. സർക്കാരിന് വേണമെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്ത് കാണിക്കാതിരിക്കാം, സർക്കാരിന് ഈ റിപ്പോർട്ട് വെളിപ്പെടുത്താതിരിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യും. മാത്രമല്ല, ഇവിടെ ഈ മന്ത്രിസഭയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാലമാണ്. ഇതിനിടയിൽ പ്രതിപക്ഷത്തിന് കിട്ടുന്ന ആയുധം ഉപയോഗിക്കും.
അതവർ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമാണ്. ഇപ്പോൾ തോമസ് ഐസക്കൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ അടുത്ത് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് അവർ രാഷ്ട്രീയ ആയുധമാക്കും. അതിനെ രാഷ്ട്രീയമായിട്ടാണ് UDFും കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ നേരിടേണ്ടത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ വാഴക്കനോട് സംസാരിച്ചു. വാഴക്കൻ സംസാരിക്കുമ്പോൾ ഇതിനെ മൊത്തം ഇതൊരു വളരെ മോശമായുള്ള സ്ത്രീ നടത്തുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അഭിലാഷിൻ്റെ വേറൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഇവരോട് എന്തിനാണ് ഈ തമ്പാനൂർ രവിയെ പോലൊരാൾ സംസാരിക്കുന്ന കേണപേക്ഷിക്കുന്നത്? അതിന് മറുപടി പറയുന്നില്ല. അപ്പോൾ ഇവിടെ അതാവാം, അങ്ങനെ രഹസ്യമായിട്ട് സരിതയോട് എന്തും സംസാരിക്കാം. അത് തമ്പാനൂർ രവിയല്ല സംസാരിച്ചതെന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും. ഞാനൊക്കെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. തമ്പാനൂർ രവിയല്ല, ബെന്നി ബെഹനാനല്ല, ഇതൊക്കെ മിമിക്രി ആർട്ടിസ്റ്റുകളാണെന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാം. പക്ഷേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ സംസാരിച്ച് ശരിയാണെന്ന് പറയുന്നു. സരിതയെ അങ്ങോട്ട് വിളിച്ചിട്ടോ സരിത ഇങ്ങോട്ട് വിളിച്ചിട്ടോ എങ്ങനെയാണ് സംസാരിച്ചു? അപ്പോൾ അവരെന്തിനാണ് ഇത്തരം മോശമായ സ്ത്രീയോട് അവർ സംസാരിക്കുന്നത് എന്നൊരു ചോദ്യം മറുചോദ്യം ഉണ്ടാവില്ലേ? ഇത് അങ്ങനെ ആവാം. പക്ഷേ നിങ്ങൾ ആരും കാര്യം സംസാരിക്കാൻ പാടില്ല, ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ ചാനലുകളാണ് കുഴപ്പക്കാർ, അല്ലെങ്കിൽ ഇവിടെ സംസാരിക്കുന്ന ആളുകളാണ് കുഴപ്പക്കാരെന്നുള്ള ഒരു ധ്വനിയുണ്ടല്ലോ, അത് തെറ്റാണ്. പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം നിയമസഭയ്ക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും അവർ രാഷ്ട്രീയ ആയുധമാക്കും. ഇതേപോലെ തന്നെ ഉണ്ടല്ലോ മറിച്ച് ഈ LDF നേതാക്കന്മാർക്കെതിരെ UDF കിട്ടുന്ന ആയുധം ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ അരിൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട കോടതി വിധി ഉണ്ടായപ്പോൾ, കോടതിയുടെ ഉത്തരവുണ്ടായപ്പോൾ അത് പരമാവധി ആയുധമാക്കുന്നുണ്ട്. കതിരൂർ മനോജിൻ്റെ കൊലക്കേസ് CBIയുടെ ഈ നടപടികൾ വരുമ്പോൾ അത് ആയുധമാക്കുന്നത്. ഇത് രണ്ട് പക്ഷവും അങ്ങനെ ഉപയോഗിക്കും. ഇത് നിയമസഭയ്ക്കകത്ത് ചർച്ച ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഇവിടുത്തെ ഈ സോളാർ കമ്മീഷന് മുമ്പായി കൊടുക്കുന്ന മൊഴിയുടെ അതേ കാര്യങ്ങൾ പുറത്തു വരുന്നു. സരിത തന്നെ അത് പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സരിത മാധ്യമങ്ങളോട് പറയുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷം ഉപയോഗിക്കുക സ്വാഭാവികമാണ്. ശ്രീ ജോസഫ് വാഴക്കൻ, ഈ ക്രിമിനലുകൾ എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആളുകളുടെ മൊഴി മാത്രമല്ല, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ DGP TP സെൻകുമാറിൻ്റെ, മുൻ ജയിൽ DGP അലക്സാണ്ടർ തോമസിൻ്റെ, അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഹേമചന്ദ്രൻ്റെ ഒക്കെ മൊഴികൾ സർക്കാരിൻ്റെ വേർഷനുമായി പൊരുത്തപ്പെടുന്നതല്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇതൊരു ജുഡീഷ്യൽ കമ്മീഷന്റെ അവിടെ നടക്കുന്ന വാദങ്ങളാണ്. ഇതിനകത്ത് നിങ്ങൾ പകുതി കേട്ടതും പകുതി കേൾക്കാത്തതുമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഡെയിലി വൈകുന്നേരം കുറെ ഇത്തരം കഥാപാത്രങ്ങളെയൊക്കെ കുറിച്ചൊക്കെ വലിച്ചിഴച്ച് കുറെ ചർച്ചകൾ നടത്തുന്നത് ഒരു ശരിയായ നടപടിയല്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത് സാധാരണ ഈ ജുഡീഷ്യൽ കമ്മീഷനുകളിലെ ഈ തെളിവെടുപ്പൊന്നും സാധാരണ പുറത്തു പറയുന്നതല്ല. ഇത് കാരണം അവരൊരു നിഗമനത്തിലെത്തേണ്ടതാണ്. പല തരത്തിലുള്ള ആളുകൾ വരും, പല താല്പര്യങ്ങളുള്ള ആളുകൾ വരും. ഇപ്പം DGP ആയിരുന്ന അലക്സാണ്ടർ തോമസ് അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ നിലപാടുകൾ. അദ്ദേഹം പലപ്പോഴും അത്തരം നിലപാടുകൾ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് താല്പര്യങ്ങൾ ഉണ്ടാകും. അത്തരം താല്പര്യങ്ങളൊക്കെ ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പിൽ വന്ന് അവര് രേഖപ്പെടുത്തുമ്പോൾ കമ്മീഷൻ അതിനെക്കുറിച്ച് വിലയിരുത്തും. ഇതെന്തടിസ്ഥാനത്തിലാണ്, എന്താ ഈ പറഞ്ഞതിനകത്ത് അർത്ഥം വല്ലതും ഉണ്ടോ, അതല്ല മനഃപൂർവ്വമായിട്ട് അവിടെ വന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞതാണോ, അവരതിനെക്കുറിച്ച് വിലയിരുത്തി ഒരു അഭിപ്രായം പറയട്ടെ. ഇതിനകത്ത് ഇപ്പൊ നേരത്തെ ഇവിടെ സംസാരിക്കുന്നത് കേട്ടു, ഇവിടെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേട്ട് ചില ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടു, ചില ആളുകൾ പണം കൊടുത്തു എന്നൊക്കെ തോമസ് ഐസക്കൊക്കെ പറയുന്നത് കേട്ടു. തോമസ് ഐസക്കിനൊക്കെ അറിയാം ഇതിനകത്തൊന്നും ഒരു കാര്യമുള്ളെന്നുള്ളതാണ്. ഇവിടെ ഈ കുറെ പുതുപ്പണക്കാരായ ആളുകള് ഈ സരിതയെ പോലുള്ള ആരെങ്കിലും സ്ത്രീകൾ വിളിച്ചപ്പോൾ അവരുടെ അവിടെ ബിസിനസ്സിന് വേണം കൂട്ടുകൂടാൻ പോയി, അവർ കൊണ്ടും പണം കൊടുത്തു. പണം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോ പിന്നെ തിരിച്ചു കിട്ടാൻ വേറെ വല്ല വഴിയുണ്ടോ എന്ന് അന്വേഷിച്ച് ഇത്തരം ഒരു അപ്പൊ ഏതൊക്കെയോ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിനകത്ത് കൂടി 10 കോടി കൊടുക്കാമെന്ന് പറഞ്ഞ് മാർക്സിസ്റ്റ് പാർട്ടി കൂടി ഇവരെല്ലാം കൂടെ കൂടി കഴിഞ്ഞപ്പോ എന്നാ ഈ കൂട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ നിലയിലേക്കൊന്ന് കയറിയാൽ, അതല്ലെങ്കിൽ ഈ ഗവൺമെന്റിനെ ഒന്ന് ആക്ഷേപിച്ചാല് ഞങ്ങൾക്ക് ഇതിന്റെ പേരിൽ ഈ സരിതയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ മറ്റാരുടെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കാൻ വേണ്ടി. ഇതിൽ ശ്രീ ജോസഫ് വാഴക്കൻ, DGP TP സെൻകുമാർ തന്നെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഫോൺ രേഖകൾ IG ആയിട്ടുള്ള ജോസ് നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളൊന്നും നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന്. ഇവിടെ സംസ്ഥാനത്തിൻ്റെ DGPയെ തന്നെ അവിശ്വാസത്തിൽ നിർത്തുകയാണ്. അതവിടെ ഒരു കാര്യം മാത്രമല്ല, എന്നിട്ട് ഇത്ര ഗുരുതരമായ ഒരു കുറ്റകൃത്യം, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ സുപ്രധാനമായ തെളിവുകൾ നശിപ്പിച്ചിട്ട് ആ വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുന്നില്ല. അദ്ദേഹം കോപ്പിയടിച്ച് പിടിക്കപ്പെട്ട ആളാണ്. അതിൽ പോലും അദ്ദേഹം വളരെ അനായാസമായി ഊരിപ്പോരുകയാണ്. ജനങ്ങൾ എന്ത് വിചാരിക്കണം ഇതൊക്കെ കേട്ടിട്ട്?
ഞാനൊരു കാര്യം പറയാം. ഈ രേഖകൾ, ഇപ്പൊ ടെലിഫോൺ കോളുകൾ, അതിന്റെ രേഖകൾ, ഇതൊക്കെ പൂർണ്ണമായിട്ടും ആർക്കും നശിപ്പിച്ചു കളയാൻ പറ്റില്ല. അത് വീണ്ടും വേണമെങ്കിൽ എടുക്കാൻ കഴിയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അത് വേണമെങ്കിൽ എടുത്ത് നോക്കാമല്ലോ. ഈ സരിത വിളിച്ചിട്ടുള്ളത് ആവശ്യമുള്ള നമ്പറുകൾ മാത്രമല്ല നിങ്ങൾ പുറത്തു വിടേണ്ടത്. സരിത വിളിച്ചിട്ടുള്ള നമ്പറുകൾ ഈ ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസങ്ങളിലെ കോൾ ലിസ്റ്റ് ഞാൻ വെല്ലുവിളിക്കുന്നു. ഏതൊക്കെ നേതാക്കന്മാർ, CPM-ന്റെ അറിയപ്പെടുന്ന ഒരു വനിതാ നേതാവ് എത്ര തവണ സരിതയെ വിളിച്ചിരിക്കുന്നു? എത്രയോ കഥകൾ അതിനെക്കുറിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുക. അത് നിങ്ങളൊന്നും അന്വേഷിച്ചു നോക്ക്. അല്ലാണ്ട് സരിത ആരെയൊക്കെ വിളിച്ചു അല്ലെങ്കിൽ സരിതയെ ആരൊക്കെ വിളിച്ചു എന്നുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് അത് പുറത്തു വിടുന്ന ഒരു രീതി, അത് ശരിയല്ല. ശരി, ശ്രീ TM തോമസ് ഐസക്, ഈ ഗൂഢാലോചന തിയറി ഇന്ന് സഭയിലും വരികയുണ്ടായി. അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ സരിതയെ പർച്ചേസ് ചെയ്യുകയാണ്, അങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതാണ് അതിൻ്റെ ആകെ തുക. വസ്തുതയുണ്ടോ? ഇത് അവർ ആരോപിക്കുന്നു, ഞങ്ങൾ പരിപൂർണമായി നിഷേധിക്കുന്നു. ഞങ്ങളുടെ വാക്ക് അവരുടെ വാക്കിനെതിരെ. ആരില്ല നിങ്ങൾക്ക് വിശ്വാസിച്ചാൽ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ അപ്പോഴും വാഴക്കനെ വിശദീകരിക്കാൻ പറ്റാത്ത ഒന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വർത്താനത്തിൻ്റെ രേഖകൾ വന്നിട്ടുണ്ടല്ലോ. ബെന്നി ബെഹനാനുമായിട്ടുള്ള സംസാരത്തിൻ്റെ രേഖ, ഇവിടുത്തെ തമ്പാനൂർ രവിയുമായിട്ടുള്ള സംസാരത്തിൻ്റെ രേഖ, അത് സംബന്ധിച്ച വാഴക്കനൊന്നും ഉണ്ടാത്തത്. ആ സംസാരത്തിൻ്റെ അർത്ഥം എന്താ? ആ സംസാരത്തിൻ്റെ അർത്ഥം ബാക്കിയുള്ള തർക്കമുള്ളതൊക്കെ കേട്ടെ, ഇത് അപതർക്കിതമാണല്ലോ. രണ്ടുപേരും തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്തിനാ തെളിവ് നശിപ്പിക്കുന്നത്? ആർക്കെതിരായിട്ടാണോ ഇന്ന് ആരോപണം വരുന്നത്? ആരോപണം മുഖ്യമന്ത്രിക്കെതിരായിട്ടാ. ആ ആരോപണത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി തെളിവ് നശിപ്പിക്കാനായിട്ട് സരിതയോട് പറയുന്നതല്ലേ ഞങ്ങൾ കേട്ടത്. അപ്പൊ അത് അക്കാര്യത്തിൽ തർക്കം പാടില്ലല്ലോ. എന്താ വാഴക്കന് പറയാൻ ഇത്രയും നേരം സംസാരിച്ചു? അത് സംബന്ധിച്ച് ഇപ്പൊ ഭയങ്കരമായ തീറിയൊക്കെ പറഞ്ഞല്ലോ, ഇവന്മാര് പറ്റിക്കപ്പെട്ടു. ശരി, അതിൽ ശ്രീ ജോസഫ് വാഴക്കൻ എന്താണ് അതിന്റെ മറുപടി? നിരന്തരം വിളിക്കുകയാണ്. മറുപടി എന്താന്ന് വെച്ചാല്, ഈ ഇവിടെ ബെന്നി ബെഹനാന് ഈ പറയുന്ന പോലെ ആർക്കും സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. അവിടെ ഇവരാരും സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും സംസാരിച്ചിട്ടില്ല. ചിലപ്പോ അവർക്ക് വേറെ ഏതെങ്കിലും അല്ല, അങ്ങനെയല്ല ശ്രീ ജോസഫ് വാഴക്കൻ. ബെന്നി ബെഹനാന്റെ ഒരു സംഭാഷണ ശകലം ഞാൻ പറയാം. സരിത എസ് നായർ അവർക്ക് ഉണ്ടായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ട് എന്നുള്ള രീതിയിൽ എപ്പോഴാ ഒരു വാക്കെങ്കിലും മുഖ്യമന്ത്രി എന്നവർ ഉപയോഗിച്ചിട്ടുണ്ടോ? അല്ല, മുഖ്യമന്ത്രി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഒന്ന് ശ്രദ്ധിക്കൂ ശ്രീ ജോസഫ് വാഴക്കൻ. ഒരു ഇഷ്യൂ അങ്ങ് ഉണ്ടാക്കി അത് മുഖ്യമന്ത്രിയുടെ തലയിൽ അടിച്ചേൽപ്പിക്കും. അല്ല, ശ്രീ ജോസഫ് വാഴക്കൻ ബെന്നി ബെഹനാനോട് സരിത എസ് നായർ പറയുകയാണ്, എപ്പോഴും എന്നോട് പറയുന്നു നിങ്ങൾ സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന്. ഞാൻ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? നിങ്ങൾ എന്നെ സംരക്ഷിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ബെന്നി ബെഹനാൻ പറയുന്ന ഉത്തരം തീർച്ചയായും നിങ്ങളെ സംരക്ഷിക്കും, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ട്രിവാൻഡ്രത്ത് എന്നുള്ളതാണ്. അപ്പോൾ സരിത എസ് നായരെ സംരക്ഷിക്കുക എന്ന ബാധ്യത ഏറ്റെടുക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കൾ. ശ്രീ ജോസഫ് വാഴക്കൻ മുഖ്യമന്ത്രി എന്ന വാക്ക് പരാമർശിക്കുന്നില്ല. ഇവിടെ ബെന്നി ബെഹനാനോട് വളരെ സ്പെസിഫിക് ആയി സരിത ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് എന്ന്, എനിക്ക് നിങ്ങൾ സംരക്ഷണം നൽകുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ബെന്നി ബെഹനാന്റെ മറുപടി? ബെന്നി ബെഹനാൻ പറയുന്നത് ഉണ്ടാകുമെന്നാണ്, ഞങ്ങളൊക്കെ ട്രിവാൻഡ്രത്തുണ്ടല്ലോ എന്നാണ്. 10-40 കേസുകളിൽ പ്രതിയായിട്ടുള്ള സരിത വില പേശുന്ന ഭാഗമായിരിക്കുന്ന ഫോണിൽ എന്തിനാണ് ബെന്നി ബെഹനാൻ അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യം? ഇത് പറഞ്ഞുകളെ എന്ന് ബെന്നി ബെഹനാൻ മൂളി കേസ് ഇവരെന്താ? അല്ലല്ല, ബെന്നി ബെഹനാൻ അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. ബെന്നി ബെഹനാൻ അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. ശ്രീ ജോസഫ് വാഴക്കൻ, എനിക്ക് എന്ത് കിട്ടും, എന്താണ്, നിങ്ങൾ എന്നെ സംരക്ഷിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ സംരക്ഷിക്കുമെന്ന ഉത്തരം കൊടുക്കുന്നുണ്ട് ബെന്നി ബെഹനാൻ. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ബെന്നി ബെഹനാൻ. എല്ലാം പരിഹരിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, തമ്പാനൂർ രവി എത്ര ഡെസ്പറേറ്റ് ആയിട്ടാണ് ശ്രമിക്കുന്നത്. അവിടെ ഒന്നും ഉണ്ടാകില്ലല്ലോ അല്ലേ, ഞാൻ അതൊക്കെ ക്ലിയർ ചെയ്തോളാം, ഉടനടി ഇങ്ങനെയാണ്. അവിടെ ഒന്നും ഉണ്ടാകില്ലല്ലോ, അതായത് തെളിവിന്റെ ഒരു കണിക പോലും അവിടെ ഉണ്ടാകില്ലല്ലോ എന്ന് ഉറപ്പുവരുത്താനായി. അതിനാണല്ലോ ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ശ്രീ തമ്പാനൂർ രവി സംസാരിച്ചുവെങ്കിൽ അത് ആർക്ക് വേണ്ടിയിട്ടാണ്, ആരുടെ കാര്യമാണ്, ആരെ രക്ഷിക്കാനാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പിൽ തന്നെ കൊടുത്താൽ ശ്രീ തമ്പാനൂർ രവിയോട് ചോദിക്കുകയും തമ്പാനൂർ രവി അതിന് മറുപടി പറയാൻ അറിയുകയും ചെയ്യാവുന്ന ആളാണ്.
അത് ആരെ രക്ഷിക്കുക, അത് മുഖ്യമന്ത്രിയാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യം മുഖ്യമന്ത്രിയാണ്. കാരണം അത് രാഷ്ട്രീയ മാറ്റത്തിനും രാഷ്ട്രീയ നേട്ടത്തിനും മുഖ്യമന്ത്രിയുടെ തലയിൽ കെട്ടിവെച്ചാലേ കേൾക്കൂ. ശരി, തമ്പാനൂർ വീഡിയോ ബെന്നി ബെഹനാന്റെ സംസാരത്തിൽ എവിടെയും മുഖ്യമന്ത്രി എന്ന പരാമർശമോ മുഖ്യമന്ത്രിയെ ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലുമോ വരുന്നില്ല എന്നുള്ളതാണ് അക്കാര്യത്തിലെ കോൺഗ്രസിന്റെ ഡിഫൻസ്. ഇതിൽ ശ്രീ തോമസ് ഐസക്, ഒരിക്കലും ഞങ്ങൾ സരിതയെ സമീപിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാനേ സാധിക്കില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഇപ്പോൾ CPIMന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സജി ചെറിയാൻ സരിത എസ് നായരെ കാണുകയും അവരുമായി ഇക്കാര്യത്തിൽ സംഭാഷണം നടത്തുകയും ചെയ്തത്. അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ സജി ചെറിയാൻ താങ്കളെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് ആ വേളയിൽ നിങ്ങൾ എന്ത് തീരുമാനമാണ് എടുത്തത്? ഇപ്പോൾ സരിത എസ് നായർ പറയുന്നു EP ജയരാജൻ പറഞ്ഞിട്ട് എന്ന പേരിൽ ഒരു പ്രശാന്ത് എനിക്കൊരു ഓഫർ തന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ നിങ്ങൾ സരിത എസ് നായരെ സമീപിച്ചിട്ടില്ല, നിങ്ങൾ സരിത എസ് നായരോട് എന്തെങ്കിലും പറയാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സരിത എസ് നായരുമായിട്ട് ആരെങ്കിലും ബന്ധപ്പെട്ട് കാണും, ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല. പക്ഷെ നിഷേധിക്കുന്ന കാര്യം എന്താ? ഞങ്ങളതെന്തെങ്കിലും ഉപയോഗിച്ചോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഈ പറഞ്ഞു എന്ന് പറയുന്ന കാര്യം വല്ലതും അതിൻ്റെ രേഖ, ശബ്ദരേഖയാവട്ടെ, എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് വേളയിൽ ഉപയോഗിച്ചോ? ഇല്ലല്ലോ. അതിനുള്ള മാന്യത കാണിച്ചിട്ടുണ്ട്. അതാ എനിക്ക് പറയാനുള്ളത്. അല്ല, ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽ ഉണ്ടായിരുന്നോ സജി ചെറിയാന്റെ കയ്യിൽ? ഡോക്ടർ തോമസ് ഐസക്, നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പ് വേളയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേളയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുതകൾ, വിവരങ്ങൾ ഉണ്ടായിരുന്നോ? ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള വസ്തുതകൾ ഉണ്ടായിരുന്നു, എന്നാൽ അവ ഉപയോഗിക്കണ്ട എന്ന് തന്നെ തീരുമാനിക്കുകയാണ് ചെയ്തത്. അതാണ് അക്കാര്യത്തിലെ CPIMന്റെ വിശദീകരണം. ഡോക്ടർ തോമസ് ഐസക്, ഇപ്പോൾ പ്രതിപക്ഷം സർക്കാരിനെതിരെ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് പ്രതിപക്ഷം സ്വന്തമായി സമാഹരിച്ച വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് തട്ടിപ്പ് കേസിൽ പ്രതിയായ ഒരു സ്ത്രീ നടത്തുന്ന വെളിപ്പെടുത്തലുകളുടെയും അവർ കൊണ്ടുവരുന്ന തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ്. നാളെ അക്കാര്യത്തിൽ ഒരു U-ടേൺ സംഭവിച്ചേക്കാം, അങ്ങനെയാണ് ചരിത്രം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അമിതാവേശം പ്രതിപക്ഷം കാണിക്കുന്നത് തിരിച്ചടിയാകാനുള്ള സാധ്യതയും ഉണ്ടല്ലോ. ഈ അടുത്ത കാലം വരെയും ഈ പറയുന്ന തട്ടിപ്പുകാരൊക്കെ UDFനോടൊപ്പം ആയിരുന്നില്ലേ? മുഖ്യമന്ത്രി പിതൃതുല്യനായിട്ടുള്ള വ്യക്തിയായിട്ടല്ലേ അവർ തന്നെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്? അക്കാലത്തും ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളല്ലാതെ ഞങ്ങൾ പുതിയ ആരോപണങ്ങളിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവവികാസം എന്താണ്? ഈ സരിതയുടെ ഒന്നും സഹായമില്ലാതെ മുഖ്യമന്ത്രിക്കെതിരായിട്ട്, ഈ സർക്കാരിനെതിരായിട്ട് ഞങ്ങൾ ഉന്നയിച്ച സോളാർ അഴിമതി ആരോപണങ്ങൾ അത് സാധൂകരിക്കപ്പെടുന്നു. അവർ തന്നെ സമ്മതിക്കുന്നു. അവർക്കെതിരായിട്ടൊരു കേസ് നിൽക്കുമ്പോൾ ആ പ്രതി തന്നെ സ്വയം ഇൻക്രിമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ തുറന്നു പറയുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്നലെ വരെ അപ്പുറത്തായിരുന്നല്ലോ, ഇനിയിപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണ്ട, നിങ്ങൾ വർത്താനം പറയണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ വാക്യം വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയണം. ഞങ്ങൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ആ ആരോപണങ്ങളെ ഖണ്ഡിക്കുന്നതിന് UDFന്റെ കയ്യിൽ ഉള്ള ഏക ആയുധം ഇവരെ വിശ്വാസ്യതയില്ല, ഇവരിങ്ങനെയുള്ളവരാണ് എന്ന് പറയൽ മാത്രമാണ്. പക്ഷെ ഇത് പറയുമ്പോൾ തന്നെ രഹസ്യമായിട്ട് ഇവർ തമ്മിലുള്ള വീഴ്ചകൾ, സംസാരങ്ങൾ, ഇതിൻ്റെയൊക്കെ തെളിവ് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അമിതാവേശമൊന്നുമല്ല, മറിച്ച് ഈ ജനങ്ങളുടെ മുമ്പിൽ ഈ അഴിമതി ഭരണത്തെ തുറന്നു കാണിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു വിഷയമായിട്ടാണ് ഞങ്ങൾ ഇതിനെ. അതാണ് ശ്രീ A സജീവൻ. അവസാനമായി, പക്ഷേ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് യാതൊരു വെല്ലുവിളിയും മുന്നണിക്കകത്തോ പാർട്ടിക്കകത്തോ നേരിടുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഉമ്മൻചാണ്ടിക്ക് ആഭ്യന്തരമായി ഇതിനെ അതിജീവിക്കാൻ കഴിയും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എങ്കിലും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ മുഖ്യമന്ത്രിക്ക് ഇതൊരു വലിയ പ്രശ്നമാവില്ല. താങ്കൾ നേരത്തെ പറഞ്ഞതിന് അനുകൂലിച്ചില്ല ഞാൻ പറയുന്നത്. ആഭ്യന്തരമായിട്ട് അദ്ദേഹത്തിന് മുന്നണിക്കകത്തോ പാർട്ടിക്കകത്തോ പ്രശ്നമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പാർട്ടിക്കകത്ത് അതിരൂക്ഷമായിട്ടുള്ള ഗ്രൂപ്പ് പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. മുന്നണിക്കകത്താണെങ്കിൽ KM മാണിയെപ്പോലുള്ള ഒരാൾ ഇതാ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഏക വ്യക്തി കുഞ്ഞാലിക്കുട്ടി മാത്രമേ ഉള്ളൂ എന്ന് പരസ്യമായിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ അത് പല സൂചകങ്ങളാണ്. അതേസമയത്ത് തൽക്കാലത്തേക്ക് ഈ മുന്നണിയെ തകർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ
ഈ പാർട്ടിക്ക് കോൺഗ്രസിനകത്തുള്ള മറ്റ് നേതാക്കന്മാർക്ക് കഴിയില്ല. അതോടൊപ്പം തന്നെ ഈ ഘടകകക്ഷികൾക്ക് പലർക്കും കഴിയില്ല. കെ എം മാണി ഈ പാർട്ടിയെ തള്ളിപ്പറഞ്ഞിട്ട് എവിടേക്ക്, ഈ മുന്നണിയെ തള്ളിപ്പറഞ്ഞിട്ട് എവിടേക്ക് പോകും? അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വരെ ഈ പ്രശ്നങ്ങൾ ഇല്ലാതെ നിൽക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് അക്കാര്യത്തിൽ താങ്കളുടെ നിരീക്ഷണം. വളരെ നന്ദി ശ്രീ എ സജീവൻ, ഡോക്ടർ തോമസ് ഐസക്, ശ്രീ കെ എൻ എ ഖാദർ, ശ്രീ ജോസഫ് വാഴക്കൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. സോളാർ വിവാദം ഒരിക്കൽ കൂടി നിയമസഭയിൽ രാഷ്ട്രീയ ആയുധം ആയിരിക്കുന്നു. പ്രതിപക്ഷം ക്രിമിനലുകളെ വിശ്വസിച്ച് നടത്തുന്ന ആരോപണങ്ങൾക്ക് സ്വയം തിരിച്ചടി ഏറ്റുവാങ്ങും എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ സർക്കാരിൻ്റെ മറുപടി. ആ സാഹചര്യത്തിലായിരുന്നു ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇടവേളയ്ക്ക് ശേഷം എടുത്തിയ സവർ കാണാം. നമസ്കാരം.